ഡേറ്റാ ചോർച്ചാ വിവാദത്തിൽ സർക്കാരിന് ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയെന്ന ഹർജി ഹൈക്കോടതി തള്ളി. അപ്പീൽ പോകുമെന്ന് പ്രതിപക്ഷവും. പ്രതിപക്ഷത്തെ വിമർശിച്ച് മന്ത്രിമാരും രംഗത്തെത്തി. സന്ദേശം ഭരണനിർവഹണത്തിന്റെ ഭാഗമെന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നും നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. സ്പാർക്ക് പോർട്ടലിലെ ഡേറ്റ ദുരുപയോഗിച്ചുള്ള പ്രചാരണ സന്ദേശങ്ങൾ അയക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയത്. സർക്കാരിന്റെ നോഡൽ ഏജൻസി തന്നെയായ IT മിഷനാണ് സന്ദേശം അയച്ചത്. ഇതിൽ നിയമവിരുദ്ധമില്ല എന്നും കോടതി വ്യക്തമാക്കി. പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പുകൾ പൊതുവെ സർക്കാരിന്റെ പേരിലാണ് വരാറുള്ളത് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വിധിയിൽ പ്രതിപക്ഷത്തിന് വിമർശനവുമായി മന്ത്രിമാർ. തുടർച്ചയായി പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. നുണകൾ തുടർച്ചയായി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിൽ പ്രതിപക്ഷം ശ്രമിച്ചത്. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിന്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അവരോട് അതിയായ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. അതേസമയം അപ്പീൽ പോകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ഒരു വ്യക്തി അറിയാതെ അയാളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, ചോർത്താൻ പാടില്ല. ചോർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിട്ടുണ്ട്. അതാ ഞങ്ങളുടെ കേസ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ അതിന്റെ മീതെ പോവും. അതിന്റെ മീതെയും കോടതി ഉണ്ടല്ലോ. വിശദമായ വാദം കേട്ടിട്ട് പറയുന്ന ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാണ് പറയുന്നത്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അത് കോടതിയല്ലോ തീരുമാനിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അടക്കമുള്ള 2 പേരായിരുന്നു ഹർജിക്കാർ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.